ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. മിസ്റ്റി ലൈക്സിന്റെ സൗത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസിന്റെ 2021 മീറ്റപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടക്കുന്നത് വയനാടുള്ള വൈത്തിരി വില്ലേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഫിറോസ്കയും കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള റിസോർട്ടും ഫുഡും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 days പ്രോഗ്രാം ഒക്കെയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നേരിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ വയനാട് പോകുമ്പോൾ സ്ഥിരം ഇറങ്ങുന്ന ഒരു പ്ലേസാണ് ഇവിടെ കേട്ടോ. ഞങ്ങളിൽ അധികം പേർക്ക് അറിയുന്നതായിരിക്കും ഇത്. കാടമുട്ടൻ്റെ ഒരു സ്പെഷ്യൽ പ്ലേസ്. കാടമുട്ട മാത്രമല്ല കേട്ടോ, താറാമുട്ടയൊക്കെ ഉണ്ട്. പക്ഷേ കാടമുട്ടയാണ് ഇവിടുത്തെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് ബോയിൽ ചെയ്തിട്ട് മസാല ഇട്ട് വേവിച്ചതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഞങ്ങൾ കാലിക്കറ്റിന് പുറപ്പെട്ടപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട് എത്തിയപ്പോൾ രാത്രിയൊക്കെ ആയി. അപ്പോൾ റിസോർട്ടൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം പിടിച്ചു. റിസോർട്ടല്ല ഞങ്ങളത് കേട്ടോ, ഹോം സ്റ്റേ ആണ്. അന്നപ്പാറ ഹോം സ്റ്റേ ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അവസാനം അവിടെ എത്തി. അപ്പോൾ അവിടുത്തെ നൈറ്റ് വ്യൂ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊരു ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇതിന് തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ റൂം എന്ന് പറയുന്നത് 2 സെക്ഷൻ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്, ഡൈനിങ് ഏരിയ, അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ, ഞാൻ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരെല്ലാ ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇത് അടുത്ത ദിവസം രാവിലെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് വൈത്തിരി വില്ലേജിലേക്കാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ ഉള്ളത് പൊന്നു ആദിരാസ് വേൾഡ് എന്ന യൂട്യൂബറാണ്. അപ്പോൾ ഈ മീറ്റപ്പിന് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു 150 യൂട്യൂബേഴ്സാണ് പങ്കെടുക്കുന്നത്. ഇത് മിസ്റ്റി ലൈറ്റ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ വയനാട് ടൂറിസ്റ്റ് മേഖലകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം കൂടിയായിരുന്നു ഇത്. അപ്പോൾ അവിടെ എത്തിയാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളിത് വൈത്തിരി വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരൊക്കെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി പ്ലാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെ നമുക്ക് പോയി കാണാം. ഈ പ്ലാന്റ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പ്ലാന്റ് തന്നെയാണ്. അതായത് സിങ്കോണിയം പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടത്തോടു കൂടി ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നീളത്തിൽ മെറ്റലിൻ്റെ സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ട് നല്ല ക്ലൈമ്പിംഗ് പ്ലാന്റ്, അതായത് നല്ല ഫ്ലവറിങ് ക്ലൈമ്പിംഗ് പ്ലാന്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് വാണ്ടറിങ് ജ്യൂ ആണ് ഹാങ് ചെയ്തിട്ടുള്ളത്. ഇത് മെലസ്റ്റോമ, ഇതുപോലെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ്, അതായത് റോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ശ്രീ ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലുള്ള നമ്മൾ 1-2 ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഗാർഡൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാട്ടോ. ഇപ്പൊ തിരക്കായപ്പോ രണ്ടാം കോണ്ടാക്ട് കുറവാണ്. ഇത് ഷാസ്.com ആണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ആദ്യം വന്നൊരു ഫ്രണ്ട്, യൂട്യൂബിൽ വന്നൊരു ഫ്രണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവൾ തന്നെയാണ്.
പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം അവളും തിരക്കാണ്, ഞാനായാലും 3-4 ചാനലിൻ്റെ ഒരു പിറകിലുള്ള ഓട്ടമാണ്. അപ്പോൾ എന്നാലും ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫ്രണ്ടാണ്. ഇവരെ ചാനൽ നേഹ ഫുഡ് സ്റ്റോറീസാണ്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൽ അംഗങ്ങളാണെങ്കിലും ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. ഇത് സിലു ടോക്കിലെ സെൽഹയാണ്. അപ്പോൾ എൻ്റെ ഗാർഡനൊക്കെ നല്ല ഇഷ്ടമാണെന്നാണ് പറയണത്. ഇത് സാലോ കിച്ചണിലെ സമീർത്തയാണ്. അപ്പോൾ ഇവരെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവർ വീഡിയോസൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇത് ബ്യൂട്ടി ലൈഫ് വിത്ത് സെബീനയാണ്. ഇനി എല്ലാവരും മീറ്റപ്പ് എടുക്കണ ഹാളിലേക്ക് പോവാണ്. മീഡിയ വെക്സ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും എല്ലാ വർഷവും പല ജില്ലയുടെ സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളിലാണ്. The press is known as the fourth estate of democracy. Do you agree? ട്രൈബ്സ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് വളരെ ടൂറിസ്റ്റ്. ഇവരാണ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ, അതായത് റംഷാദ് സാറ്. അപ്പോൾ ഇവർക്ക് മൊത്തം 6 ചാനലുണ്ട്. മെയിൻ ചാനൽ A to Z ട്രിക്സ് ആണ്. പിന്നെ യൂട്യൂബേഴ്സൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ലഞ്ച് ഇവിടെ തന്നെ ആയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും മീറ്റപ്പ് നടക്കുന്ന ഹാളിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ കുറച്ച് നേരം യൂട്യൂബിനെ കുറിച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോബി ചെമ്മണ്ണൂരൊക്കെ വന്നു. അവിടെ പിന്നെ ബോബി സാറിൻ്റെ നല്ലൊരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിനുശേഷം ഓരോരുത്തരും അവരുടെ പേരും ചാനൽ നെയിമൊക്കെ പരിചയപ്പെടുത്തലൊക്കെ ആയിരുന്നു. അതുപോലെ ബോബി സാറിൻ്റെ വക 2 ലാക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും ഗോൾഡ് ബട്ടനൊക്കെ വിതരണം ചെയ്തു. അതുപോലെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നാടൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം വൈകുന്നേരം എല്ലാവരും പുറത്തിറങ്ങി ഫോട്ടോസൊക്കെ എടുക്കലും പിന്നെ സാറിന് ഇൻ്റർവ്യൂ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് മോനാണ്. അവനക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അവൻ അതൊക്കെ സാധിച്ചെടുത്തു. ഇപ്പോൾ രാത്രിയൊക്കെ ആയി. ഇപ്പോൾ അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണിത്. പിന്നെ ഇത് അവിടെ പങ്കെടുത്ത കുറച്ച് യൂട്യൂബേഴ്സിനെ അവർ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അവിടുത്തെ പ്രോഗ്രാമിനും കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം എവിടെയെന്ന് മനസ്സിലായോ? ഞാൻ എവിടെ വെച്ചാണ് ഇൻട്രോ പറഞ്ഞത് ആ സ്ഥലം തന്നെയാണിത്. ഇതിപ്പോൾ അവിടുത്തെ നൈറ്റ് വ്യൂ ആണ്. ഇപ്പോൾ എല്ലാവരും തിരിച്ച് അവരവരുടെ റിസോർട്ടിലേക്ക് തന്നെ പോവുകയാണ്.
പിന്നെ ഞങ്ങൾ നിന്നിട്ടുള്ളത് ഒരു ഹോം സ്റ്റേയിലാണ്, അതായത് അന്നപ്പാറ ഹോം സ്റ്റേയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പണ്ടത്തെ ഒരു വീടിൻ്റെ, അതായത് തറവാട് വീടിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രസമായിരുന്നു അവിടെ നിന്നപ്പോൾ. കാരണം ഇങ്ങനെയുള്ള റിസോർട്ടുകളിലൊക്കെ നമ്മളിപ്പോൾ നിൽക്കൽ അപൂർവമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിൻ്റെ ഹോം ടൂറും ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, കൂടാതെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടാതെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഹോം ടൂറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നേരിട്ട് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ, ബായ്.